വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് +1 അക്കൗണ്ടൻസിയുടെ 6ാമത്തെ ചാപ്റ്ററായ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന ടോപ്പിക്കാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ്, വീഡിയോസ് എന്നിവയുടെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ബ്ലോഗ് സന്ദർശിക്കുക www.manojmelekandi.blogspot.com. നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ സംഭവിക്കാവുന്ന എല്ലാ തെറ്റുകളെയും നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമീഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. നോക്കാം. All errors can be classified into the following 4 categories. First, errors of commission, നിർവഹണ തെറ്റുകൾ. Second, errors of omission, ഉപേക്ഷാ തെറ്റുകൾ. Third, errors of principle, താത്വിക തെറ്റുകൾ. Fourth, compensating errors, പൂരീകൃത തെറ്റുകൾ. ഇങ്ങനെ 4 തരത്തിലുള്ള തെറ്റുകളാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ സംഭവിക്കുന്നത്. ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് എറേഴ്സ് ഓഫ് കമ്മീഷൻ അല്ലെങ്കിൽ നിർവഹണ തെറ്റുകൾ. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് സാധാരണ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ സംഭവിക്കുന്ന ക്ലറിക്കൽ മിസ്റ്റേക്കുകളെയാണ് പറയുന്നത് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ, ലെഡ്ജർ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ, ബാലൻസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ, അതുപോലെ സബ്സിഡറി ബുക്സ് അല്ലെങ്കിൽ ഡേ ബുക്സ് ടോട്ടൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ, എമൗണ്ട് എഴുതുമ്പോഴും മാറിപ്പോവുക, അങ്ങനെ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ, ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ തന്നെ എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. നോക്കാം. ദീസ് ആർ ദി എറേഴ്സ് വിച്ച് ആർ കമ്മിറ്റഡ് ഡ്യൂ ടു wrong posting of transactions, wrong totaling or wrong balancing of accounts, wrong casting of the subsidiary books or wrong recording of amount in the books of original entry, etc. Example, cash paid to Rajesh rupees 1500 was posted to Rajesh account as rupees 5100. 1500 രാജേഷിന് ക്യാഷ് കൊടുത്തത്. പക്ഷെ രാജേഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് 5100 എന്നായിപ്പോയി. ആ തെറ്റെന്ന് പറയുന്നത് എറർ ഓഫ് കമ്മീഷനാണ്. ഇടപാടുകൾ തെറ്റായി രേഖപ്പെടുത്തുന്നത് മൂലമോ സംഖ്യകൾ കൂട്ടുമ്പോഴോ അക്കൗണ്ടുകളുടെ ബാക്കി കാണുമ്പോഴോ സബ്സിഡറി ബുക്കിൽ തെറ്റായി രേഖപ്പെടുത്തുമ്പോഴോ ലെഡ്ജറിൽ സംഖ്യകൾ തെറ്റായി പതിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന തെറ്റുകൾ ഇക്കൂട്ടത്തിൽ പെടുത്താം. ഉദാഹരണം, രാജേഷിന് 1500 രൂപ നൽകിയ പണം 5100 രൂപയായി രാജേഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ എറർ നോക്കാം. എറേഴ്സ് ഓഫ് ഒമീഷൻ, ഉപേക്ഷാ തെറ്റുകൾ. എറേഴ്സ് ഓഫ് ഒമീഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് ബുക്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറന്നു പോവുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് എറേഴ്സ് ഓഫ് ഒമീഷൻ എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഒറിജിനൽ ബുക്കിൽ, ജേണലിൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്സ് ആയ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ക്യാഷ് ബുക്ക് പോലുള്ള സബ്സിഡറി ബുക്കിൽ എഴുതാൻ മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഡെബിറ്റും ക്രെഡിറ്റും രണ്ടും എഴുതുന്നില്ല. അങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും രണ്ടും രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒറിജിനൽ ബുക്കിൽ വരുന്ന ഇത്തരം ഒമീഷൻസിനെ നമുക്ക് കംപ്ലീറ്റ് ഒമീഷൻ എന്ന് പറയാം. ഇനി ചില സമയത്ത് നമ്മൾ ജേണൽ എൻട്രി കൃത്യമായിട്ട് രേഖപ്പെടുത്തി, പക്ഷേ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും ഒന്ന് മാത്രം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോകുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ആ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോകുന്നു, ആ ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോകുന്നു. അപ്പോൾ ഒരു ഡെബിറ്റോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റോ മാത്രമേ അവിടെ മറന്നു പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ പാർഷ്യൽ ഒമീഷൻ എന്ന് പറയാം. അപ്പോൾ എറേഴ്സ് ഓഫ് ഒമീഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമീഷനും എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമീഷനും.
നോക്കാം. ദിസ് ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. ഇത് 2 തരത്തിലാകാം. നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയായിരുന്നു? യെസ്, എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമീഷൻ, പൂർണ്ണ ഉപേക്ഷാ തെറ്റുകൾ, അതുപോലെ തന്നെ എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമീഷൻ, ഭാഗിക ഉപേക്ഷാ തെറ്റുകൾ. ഫസ്റ്റ് നമുക്ക് നോക്കാം എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമീഷൻ. എന്തായിരുന്നു? യെസ്, വെൻ എ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ഒമിറ്റഡ് ഫ്രം റെക്കോർഡിംഗ് ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ റെക്കോർഡ്, ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് കംപ്ലീറ്റ് ഒമീഷൻ. ഒറിജിനൽ റെക്കോർഡിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഡെബിറ്റും ക്രെഡിറ്റും രേഖപ്പെടുത്തുന്നില്ല. ആ ട്രാൻസാക്ഷൻ അപ്പാടെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്, എഴുതാൻ വേണ്ടി വിട്ടുപോകുന്നു. അതിനെയാണ് പറയുന്നത് കംപ്ലീറ്റ് ഒമീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ക്രെഡിറ്റ് സെയിൽ ടു മോഹൻ ₹10,000 നോട്ട് എൻറ്റേർഡ് ഇൻ ദി സെയിൽസ് ബുക്ക്. മോഹന് കടമായിട്ട് സാധനങ്ങൾ വിറ്റതാണ്, അത് സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒറിജിനൽ റെക്കോർഡാണ്, സെയിൽസ് ബുക്ക് സബ്സിഡറി ബുക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും രേഖപ്പെടുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഒമീഷനാണെന്ന് നമുക്ക് പറയാം. ഒരു ഇടപാട് പൂർണ്ണമായും നാൾ വഴിയിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയാൽ അതിനെ പൂർണ്ണ ഉപേക്ഷാ തെറ്റ് എന്ന് പറയാം. ഉദാഹരണം, മോഹന് 10,000 രൂപയുടെ സാധനങ്ങൾ കടമായി വിൽപ്പന നടത്തിയത് സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയി. നെക്സ്റ്റ് നമുക്ക് പാർഷ്യൽ ഒമീഷൻ എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാഗിക ഉപേക്ഷാ തെറ്റുകൾ അല്ലെങ്കിൽ പാർഷ്യൽ ഒമീഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് പാർഷ്യലി ഒമിറ്റഡ് ഫ്രം ദി ബുക്സ്, ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് പാർഷ്യൽ ഒമീഷൻ. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റ് സെയിൽ ടു മോഹൻ ₹10,000 duly entered in the sales book but not posted to മോഹൻസ് അക്കൗണ്ട്. മോഹന് കടമായിട്ട് സാധനങ്ങൾ വിറ്റതാണ്, അത് സെയിൽസ് ബുക്കിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മോഹൻ്റെ അക്കൗണ്ടിലേക്ക് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ മോഹൻ്റെ അക്കൗണ്ടിൽ മാത്രമാണ് വിട്ടുപോകുന്നത്. അതുകൊണ്ടാണ് അതിനെ പാർഷ്യൽ ഒമീഷൻ എന്ന് പറയുന്നത്. ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഭാഗികമായി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിൽ അതിനെ ഭാഗിക ഉപേക്ഷാ തെറ്റ് എന്ന് പറയാം. ഉദാഹരണം, മോഹന് 10,000 രൂപയുടെ സാധനങ്ങൾ കടമായി വിൽപ്പന നടത്തിയത് സെയിൽസ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തിയെങ്കിലും മോഹൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയി. നെക്സ്റ്റ്, മൂന്നാമത്തെ എററാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, താത്വിക തെറ്റുകൾ. നമുക്കറിയാം, അക്കൗണ്ടിംഗ് ബുക്കുകൾ തയ്യാറാക്കുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ്. അപ്പോൾ എല്ലാ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും കൺസെപ്റ്റ്സും കൺവെൻഷൻസും അനുസരിച്ചുകൊണ്ടാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ തയ്യാറാക്കപ്പെടുന്നത്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിക്കാതെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത്തരം എറേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് തത്വങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിക്കാതെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ വരുന്ന തെറ്റുകളെയാണ് നമ്മൾ പറയുന്നത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ തെറ്റുകൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നാച്ചറായിട്ട് ഐറ്റത്തെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകളാണ്. എല്ലാ എക്സ്പെൻഡിച്ചർ ആയി കഴിഞ്ഞാലും റെസീറ്റ് ആയി കഴിഞ്ഞാലും നമുക്കതിനെ ക്യാപിറ്റൽ നാച്ചറായിട്ടും റവന്യൂ നാച്ചറായിട്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ക്യാപിറ്റൽ നാച്ചറായിട്ടും റവന്യൂ നാച്ചറായിട്ടും ഐറ്റത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അത്തരം മിസ്റ്റേക്കുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നില്ല. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും രണ്ടും ഈക്വലായിട്ട് തന്നെ കിട്ടും. എന്നാലും എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ അവിടെ ഉണ്ടാകാം. നോക്കാം, ദി എറേഴ്സ് റിസൾട്ടിംഗ് ഫ്രം ദി വയലേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ആസ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. An error of principle may occur due to incorrect classification of expenditure or receipt between capital and revenue. These errors do not affect the trial balance. അക്കൗണ്ടിംഗ് തത്വങ്ങൾ അനുസരിക്കാതെ അക്കൗണ്ടുകൾ തയ്യാറാക്കപ്പെടുകയാണെങ്കിൽ അത്തരം തെറ്റുകളെയാണ് താത്വിക തെറ്റുകൾ എന്ന് പറയുന്നത്. സാധാരണയായി താത്വിക തെറ്റുകൾ സംഭവിക്കുന്നത് ചെലവുകളെയും വരവുകളെയും മൂലധന ഇനങ്ങളായും റവന്യൂ ഇനങ്ങളായും തരംതിരിക്കുമ്പോഴാണ്.
ഇത്തരം തെറ്റുകൾ ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു എറർ ഓഫ് പ്രിൻസിപ്പിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. നോക്കാം. എമൗണ്ട് സ്പെൻഡ് ഓൺ അഡീഷൻ ടു ബിൽഡിംഗ് ഈസ് ഡെബിറ്റഡ് ടു റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ബിൽഡിംഗ് അക്കൗണ്ട്. നമുക്ക് ഇപ്പോഴുള്ള ബിൽഡിംഗ് കൂടാതെ ബിൽഡിംഗ് എക്സ്ട്രാ എടുക്കുകയാണ്, അഡീഷണൽ ബിൽഡിംഗ് എടുക്കുകയാണ്. അപ്പോൾ എമൗണ്ട് സ്പെൻഡ് ഓൺ അഡീഷണൽ ബിൽഡിംഗ് സാധാരണയായിട്ട് നമ്മൾ ബിൽഡിംഗ് അക്കൗണ്ടിൽ തന്നെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് റവന്യൂ നേച്ചറാണ്. ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ നേച്ചറാണ്. അപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ക്യാപിറ്റൽ നേച്ചറിൽ എഴുതേണ്ടതിന് പകരം റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന റവന്യൂ നേച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതിപ്പോയി കഴിഞ്ഞാൽ അത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. കെട്ടിടങ്ങൾക്ക് കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ ബിൽഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. അത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. സെക്കൻഡ്, ദി ഇൻസ്റ്റലേഷൻ ചാർജസ് പെയ്ഡ് ഫോർ പർച്ചേസിംഗ് എ മെഷീനറി ഈസ് ഡെബിറ്റഡ് ടു എക്സ്പെൻസ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് മെഷീനറി അക്കൗണ്ട്. സാധാരണയായിട്ട് ഒരു മെഷീനറി വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ജേണൽ എൻട്രി മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആ മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ മെഷീനറി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചെലവും ബിസിനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഫാക്ടറിയിലേക്ക് അൺലോഡ് ചെയ്യുന്ന ചെലവും അത് ഫാക്ടറിയിൽ ഫിറ്റ് ചെയ്യുന്ന ഫിറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചാർജും എല്ലാം തന്നെ മെഷീനറി അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യണം. എല്ലാം മെഷീനറി അക്കൗണ്ടിൻ്റെ എമൗണ്ടിനോട് ആഡ് ചെയ്തിട്ടാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മെഷീനറി അക്കൗണ്ടിനാണ് എല്ലാം ഡെബിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻസ്റ്റലേഷൻ ചാർജസ് പെയ്ഡ് എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ടിൽ എഴുതുന്നതിന് പകരം നമ്മളൊരു എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് എഴുതി പോകുന്നു. അത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ ചാർജസ് പെയ്ഡ് ഫോർ പർച്ചേസിങ് എ മെഷീനറി എന്ന് പറയുന്നത് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത് മെഷീനറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് തന്നെയാണ്. അതിന് പകരം നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് എഴുതിപ്പോയി കഴിഞ്ഞാൽ അത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. ഒരു മെഷീനറി വാങ്ങിയാൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജുകൾ മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ചെലവ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇഫ് എ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മെഷീനറി ഈസ് റെക്കോർഡഡ് ഇൻ ദി പർച്ചേസ് ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ജേണൽ പ്രോപ്പർ. ഒരു മെഷീനറി കടമായിട്ട് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സബ്സിഡറി ബുക്കിലാണത് രേഖപ്പെടുത്തേണ്ടത്? യെസ്, സ്വാഭാവികമായിട്ടും ഒരു മെഷീനറി കടമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തേണ്ടത് ജേണൽ പ്രോപ്പറിലാണ്. ഇപ്പോൾ ജേണൽ പ്രോപ്പറിൽ അത് രേഖപ്പെടുത്തേണ്ടതിന് പകരം നമ്മൾ പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തിപ്പോയി, ഗുഡ്സ് വാങ്ങിച്ചതായിട്ട് ട്രീറ്റ് ചെയ്തു പോയി. ഇപ്പോൾ മെഷീനറി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അസറ്റാണ്, അത് ഗുഡ്സ് അല്ല. ഒരു മെഷീനറി വാങ്ങിക്കുന്നത് ജേണൽ പ്രോപ്പറിൽ രേഖപ്പെടുത്തണം. അതിന് പകരം നമ്മളിവിടെ പർച്ചേസ് ബുക്കിൽ സാധനങ്ങൾ വാങ്ങിച്ചതായിട്ട് രേഖപ്പെടുത്തിപ്പോയി. അത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. യന്ത്രസാമഗ്രികൾ കടമായി വാങ്ങിയത് ജനറൽ ജേണലിൽ രേഖപ്പെടുത്തുന്നതിന് പകരം പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. കാരണം പർച്ചേസസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ നേച്ചറാണ്, ഒരു എക്സ്പെൻസാണ്. നേരെ മറിച്ച് മെഷീനറി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ നേച്ചറായിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് മാറിക്കഴിഞ്ഞാൽ അത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളായിട്ട് മാറും. നെക്സ്റ്റ്, റെൻറ്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് ഈസ് റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക് ആസ് പേയ്മെൻറ്റ് ടു ലാൻഡ് ലോഡ്. ഭൂവുടമയ്ക്ക് വാടക കൊടുത്തത് റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ഭൂവുടമയ്ക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്തു പോയത്. അതുകൊണ്ട് തന്നെ അത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. ഭൂവുടമയ്ക്ക് നൽകിയ വാടക ക്യാഷ് ബുക്കിൽ ഭൂവുടമയ്ക്ക് പണം നൽകിയതായി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സാലറി പെയ്ഡ് ടു സ്മിത മാനേജർ ഈസ് ഡെബിറ്റഡ് ടു ഹെർ പേഴ്സണൽ അക്കൗണ്ട്. സാലറി പെയ്ഡ് ടു സ്മിത എന്ന് പറയുമ്പോൾ നമ്മൾ സ്മിതക്ക് പൈസ കൊടുത്തതായിട്ട് എഴുതാൻ വേണ്ടി പാടില്ല, സാലറി കൊടുത്തതായിട്ട് മാത്രമേ എഴുതാൻ വേണ്ടി പാടുള്ളൂ.
ഇപ്പോൾ സാലറി ഡെബിറ്റും ക്യാഷ് ക്രെഡിറ്റും ആണ് വേണ്ടത്. അതിന് പകരം നമ്മൾ സ്മിതയെ ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. സാലറിയാണ് പേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ പാർട്ടിയുടെ പേര് ജേണൽ എൻട്രിയിൽ വരാൻ വേണ്ടി പാടില്ല. സാലറിയെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അതിന് പകരം നമ്മൾ സ്മിതയുടെ അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തു പോയത്. അത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. മാനേജറായ സ്മിതയ്ക്ക് സാലറി കൊടുത്തത് അവളുടെ വ്യക്തിഗത അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് വണ്ണാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, പൂരീകൃത തെറ്റുകൾ. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ തെറ്റുകൾ ഉണ്ടാവും, രണ്ടോ അതിലധികമോ തെറ്റുകൾ ഉണ്ടാവും. ആ രണ്ടോ അതിലധികമോ ഉള്ള തെറ്റുകളുടെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെറ്റ് ഇഫക്റ്റ് നില്ലായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് 100 രൂപ കൂടി, വേറൊരു അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് 100 രൂപ കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഒരു അക്കൗണ്ടിൽ കൂടുന്നു, വേറൊരു അക്കൗണ്ടിൽ കുറയുന്നു. അങ്ങനെ രണ്ടോ അതിലധികമോ അക്കൗണ്ടുകളിൽ മിസ്റ്റേക്കുകൾ വരികയും അത്തരം മിസ്റ്റേക്കുകളുടെ നെറ്റ് ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യുകയും ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയാം. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം എറേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും അതിനകത്ത് എറേഴ്സ് ഉണ്ടാകാം. നോക്കാം. വെൻ 2 or more errors are committed in such a way that the net effect of these errors on the debits and credits of accounts is nil, such errors are called compensating errors. Such errors do not affect the tallying of the trial balance. അക്കൗണ്ടുകളുടെ ഡെബിറ്റുകളിലും ക്രെഡിറ്റുകളിലും ഈ തെറ്റുകളുടെ നെറ്റ് ഇഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ രണ്ടോ അതിലധികമോ തെറ്റുകൾ വരുമ്പോൾ അത്തരം തെറ്റുകളെ പൂരീകൃത തെറ്റുകൾ എന്ന് വിളിക്കുന്നു. അത്തരം തെറ്റുകൾ ട്രയൽ ബാലൻസിൻ്റെ തുല്യതയെ ബാധിക്കില്ല. എക്സാമ്പിൾ: ഇഫ് പർച്ചേസ് ബുക്ക് ഹാസ് ബീൻ ഓവർകാസ്റ്റ് ബൈ ₹10,000 ആൻഡ് സെയിൽസ് ബുക്ക് ഹാസ് ഓൾസോ ബീൻ ഓവർകാസ്റ്റ് ബൈ 10,000. പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള പർച്ചേസ് ബുക്കിന് 10,000 റുപ്പീ കൂടിപ്പോയി ടോട്ടൽ ചെയ്യുമ്പോൾ. അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സെയിൽസ് ബുക്കിലും 10,000 റുപ്പീ കൂടിപ്പോയി. അപ്പോൾ ഡെബിറ്റിലും 10,000 കൂടുതലാണ്, ക്രെഡിറ്റിലും 10,000 കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഇറ്റ് ഈസ് എ കേസ് ഓഫ് 2 errors compensating each other's effect. The net effect of these 2 errors is nil, and so they do not affect the agreement of trial balance. ഉദാഹരണം: ടോട്ടൽ ചെയ്യുമ്പോൾ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും 10,000 രൂപ വീതം കൂടിപ്പോയി. ഇവിടെ നെറ്റ് ഇഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ 2 തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. ആയതിനാൽ അത്തരം തെറ്റുകൾ ട്രയൽ ബാലൻസിൻ്റെ തുല്യതയെ ബാധിക്കില്ല. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് എഗ്രിമെൻ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് തുല്യമാകുന്നതിൻ്റെ പ്രാധാന്യം. സാധാരണയായിട്ട് ഒരു അക്കൗണ്ടൻ്റ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ട്രാൻസാക്ഷൻ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു, അല്ലെ സബ്സിഡറി ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിന് ശേഷം ഈ ജേണൽ നോക്കിയിട്ട് ലെഡ്ജറിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നു. ലെഡ്ജർ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കൽ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിന് മുന്നേ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയിരിക്കും. അപ്പോൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുമ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ടുകളോളം ക്രെഡിറ്റ് എമൗണ്ടുകളോളം രണ്ടും ഈക്വലായി ലഭിച്ചിരിക്കണം. അതൊരു അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ട്രയൽ ബാലൻസ് വരച്ച് അതിൻ്റെ ഡെബിറ്റ് എമൗണ്ടുകളോളം ക്രെഡിറ്റ് എമൗണ്ടുകളോളം ഈക്വലായി കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് 100% ഉറപ്പിച്ച് പറയാം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എവിടെയൊക്കെയല്ലോ തെറ്റുകളുണ്ട് എന്ന്. അപ്പോൾ ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് എമൗണ്ടുകളോളം ക്രെഡിറ്റ് എമൗണ്ടുകളോളം ടോട്ടൽ ഈക്വൽ അല്ല എങ്കിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ തെറ്റുകളുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ബുക്സ് ഓഫ് അക്കൗണ്ട് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് ആ തെറ്റുകൾ കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യണം. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ട്രയൽ ബാലൻസ് വരച്ചപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ടുകളോളം ക്രെഡിറ്റ് എമൗണ്ടുകളോളം ഈക്വലായിട്ട് കിട്ടി.
ഈക്വലായിട്ട് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ തെറ്റുകളില്ല എന്ന്. എന്നാലും തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് പറയാം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്ലറിക്കൽ മിസ്റ്റേക്കുകളൊന്നുമില്ല, അരിത്തമാറ്റിക്കൽ മിസ്റ്റേക്കുകളൊന്നുമില്ല എന്ന് നമുക്കൊരു പരിധി വരെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളം ക്രെഡിറ്റ് എമൗണ്ട് കോളം ഈക്വലായി കിട്ടുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ തെറ്റുകൾ ഉണ്ടായേക്കാം. അത്തരം തെറ്റുകൾ എന്ന് പറയുന്നത് എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമീഷൻ, കംപ്ലീറ്റ് ആയിട്ട് ഒരു ജേർണൽ എൻട്രി എഴുതാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇത്തരം എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസ് വരച്ചാൽ അത്തരം മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ല. നോക്കാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ അക്കൗണ്ടൻറ്റ് ദാറ്റ് ദി ട്രയൽ ബാലൻസ് ഷുഡ് ടാലി. Normally, a tallied trial balance means that both the debit and credit entries have been made correctly for each transaction. However, the agreement of trial balance is not an absolute proof of accuracy of accounting records. A tallied trial balance only proves to a certain extent that the posting to the ledger is arithmetically correct. ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രയൽ ബാലൻസിൻ്റെ ഇരുവശവും തുല്യമാവേണ്ടത് വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ ട്രയൽ ബാലൻസിൻ്റെ ഇരുവശവും തുല്യമായാൽ ഓരോ ഇടപാടിൻ്റെയും ഡെബിറ്റ് ക്രെഡിറ്റ് രേഖപ്പെടുത്തലുകൾ ശരിയാണ് എന്ന് കരുതാം. ട്രയൽ ബാലൻസിൻ്റെ ഇരുവശവും തുല്യമായതുകൊണ്ട് മാത്രം അക്കൗണ്ടിംഗ് രേഖകളുടെ സമ്പൂർണ്ണ കൃത്യത ഉറപ്പുവരുത്താൻ കഴിയില്ല. എന്നാൽ ഇരുവശവും തുല്യമായാൽ ഒരു പരിധിവരെ ലെഡ്ജറുകളിലെ പതിക്കലുകൾ സാംഖികമായി ശരിയാണ് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം എറേഴ്സ് വിച്ച് അഫക്റ്റ് ദി അഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. സാധാരണയായിട്ട് ഒരു ട്രയൽ ബാലൻസ് വരച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന എറേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമീഷൻ. ഈ രണ്ട് തെറ്റുകൾ നമുക്ക് ട്രയൽ ബാലൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. കാരണം ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളം ക്രെഡിറ്റ് എമൗണ്ട് കോളം ഈക്വൽ ആവില്ല. അപ്പോൾ ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ എറേഴ്സ് ഓഫ് കമ്മീഷനോ എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമീഷനോ സംഭവിച്ചിരിക്കാം എന്ന് നമുക്ക് ഉറപ്പിക്കാം. അടുത്തത് എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്റ്റ് ദി അഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളം ക്രെഡിറ്റ് എമൗണ്ട് കോളം ഈക്വലായി കിട്ടും, എന്നാലും തെറ്റുകൾ ഉണ്ടാകാം. അത്തരം തെറ്റുകൾ എന്ന് പറയുന്നത് എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമീഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറർ. അപ്പോൾ എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമീഷനോ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളോ കോമ്പൻസേറ്റിംഗ് എറേഴ്സോ ഉണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് വരച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയണമെന്നില്ല. ഇനി നമുക്ക് ഒരു അസൈൻമെൻ്റ് ആണ്. ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് എറേഴ്സ് ഫ്രം ദി ഫോളോയിങ്. Salary paid rupees 2000 was posted to salary account as rupees 200. 2000 രൂപ സാലറി പേ ചെയ്തതാണ്. അത് സാലറി അക്കൗണ്ടിൽ എഴുതുമ്പോൾ എമൗണ്ട് മാറിപ്പോയി 200 എന്നായിപ്പോയി. അത് ഏത് ടൈപ്പ് എററാണ്? നമ്മൾ 4 ടൈപ്പ് എറർ പഠിച്ചു. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമീഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറർ. ഇതിൽ ഏത് ടൈപ്പ് എററാണെന്ന് അവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ കുറച്ചുകൂടി എറേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ എറേഴ്സ് കംപ്ലീറ്റ് വായിച്ച് അത് ഏത് ടൈപ്പ് എററാണെന്ന് കണ്ടുപിടിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.